ശരിക്കും നമ്മുടെ ഇന്നലത്തെ ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ ODI ഫസ്റ്റ് മാച്ച് ODI ആയിരുന്ന മാച്ചെങ്കിലും മഴയൊക്കെ ഒന്ന് നന്നായിട്ട് കളിച്ചുകൊണ്ട് തന്നെ മാച്ച് ഏകദേശം 25 ഓവറിലോട്ട് ചുരുങ്ങിയപ്പോൾ ഓൾമോസ്റ്റ് ഒരു T20 പോലെയായി ഏകദേശം. കാരണം അതിലെ ബാറ്റേഴ്സിന്റെ പെർഫോമൻസും അതുപോലെ തിരിച്ചടിച്ച രീതിയും അല്ലെങ്കിൽ ബൗളിങ്ങിലാണെങ്കിലും അല്ലെങ്കിൽ എത്ര ഓവറിലാണ് ആ കളി തീർത്തത് എല്ലാം നോക്കുന്ന സമയത്ത് ഒരു 2020 ഫീലാണ് ശരിക്കും ആ ഇന്നലത്തെ മാച്ചിൽ ഉണ്ടായിരുന്നു കേട്ടോ. അവസാനം ആ ഒരു ബിഗ് വിന്നെ നമുക്ക് നേടാനും പറ്റി. 7 വിക്കറ്റിന്റെ ഒരു കിട്ടിലൻ വിജയം. അതും അഫ്ഗാനിസ്ഥാന്റെ ബാറ്റിംഗിൽ ഫസ്റ്റ് 24.5 ഓവർ, അതായത് ഏകദേശം 25 ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ 194 ഓൾ ഔട്ട് ആക്കുകയും ചെയ്തു. ഫസ്റ്റ് ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാന് 194 എന്നുള്ളൊരു സ്കോർ, ഡീസെന്റ് ആയിട്ടുള്ള ഒരു സ്കോറിലോട്ട് എത്തിച്ച ശരിക്ക് റഹ്മാനുള്ള ഗുർബാസിന്റെ ആ ഒരു വെടിക്കെട്ട് പെർഫോമൻസ് തന്നെയായിരുന്നു. ആളും ഈ ഒരു മാച്ചിനെ T20 ആയിട്ടാണ് കണ്ടത്. കാരണം എടുത്തിട്ട് അലക്കലായിരുന്നു. 51 ബോളിൽ 102 റൺസാണ് ആൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 8 4ഉം 8 6 അടിച്ചിട്ടുണ്ടായിരുന്നു. 200 ആയിരുന്നു ആളുടെ സ്ട്രൈക്ക് റേറ്റ് ഒരു വൺ ഡേ മാച്ചിൽ കേട്ടോ. ആ ഒരു വെടിക്കെട്ട് താരത്തിന്റെ വിക്കറ്റ് ഇന്നലെ എടുത്തത് നിതീഷ് കുമാർ റെഡ്ഡിയാണ്. അഫ്ഗാനിസ്ഥാന്റെ സ്റ്റാർട്ടിംഗ് അത്ര നല്ല രസത്തിലൊന്നും തന്നെ ഉണ്ടായിരുന്നു. 3 വിക്കറ്റ് പോയതിനു ശേഷമാണ് പിന്നീട് ആ ഒരു പാർട്ട്ണർഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്തിട്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ആളുടെ സെഞ്ചുറിയും കൂടി വന്നപ്പോൾ കളി അങ്ങോട്ട് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഡെബ്യൂ മാച്ച് കളിച്ചിട്ടുള്ള ഹർഷ ഡൂബയും അതുപോലെ ഗുർനൂർ ബ്രാനും 3 വിക്കറ്റ് എടുത്തിട്ട് ആ ഒരു ലീഡിംഗ് വിക്കറ്റ് ടേക്കേഴ്സ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്തു. ഹർഷദീപ് സിംഗ് അതുപോലെ നിതീഷ് കുമാർ റെഡ്ഡിയും 2 വിക്കറ്റ് എടുത്തിട്ട് ഈ 2 ബൗളേഴ്സിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. വാഷിംഗ്ടൺ സുന്ദരൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. പ്രസിദ്ധ് കൃഷ്ണക്കും നല്ല അടി കിട്ടിയിട്ടുണ്ട്. 25 ഓവറിൽ 195 റൺസ് എന്നുള്ളത് ഇന്ത്യക്ക് ശരിക്കും അത്ര വലിയ ബാലികേല മറിയുന്നല്ല കേട്ടോ. കാരണം നമുക്ക് കിട്ടിലൻ ബാറ്റിംഗ് നിരയാണുള്ളത്. ഒരുത്തർ പോയ ഒരുത്തർ എന്നുള്ള രീതിയിൽ ഓരോരുത്തർ കട്ടൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ഒറ്റയ്ക്ക് വേണമെങ്കിലും അടിച്ചു ജയിപ്പിക്കാൻ പറ്റുന്ന ഒരു മാച്ചാണ് ശരിക്കും ഇന്നലത്തെ ആ ഒരു മാച്ചിൽ ഉണ്ടായിരുന്നത്. തുടക്കം അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചാണ് കളിച്ചത്. വിക്കറ്റുകൾ അധികം പോവാണ്ട് നല്ല രീതിയിൽ തന്നെ ജയിക്കാം എന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു തോന്നുന്നു നമ്മുടെ ശുഭ്മൻ ഗില്ലിനും അതുപോലെ തന്നെ രോഹിത് ശർമ്മക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ രോഹിത് ശർമ്മ അധികം വൈകാണ്ട് തന്നെ ആ ഒരു സ്കോറിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ആ ഒരു റൺഔട്ടിൽ പോവുകയും ചെയ്തു. ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു ഗില്ലുമായിട്ട്. പക്ഷെ അതിനുശേഷം ഗില്ലും ഇഷാൻ കിഷനും കൂടി ഉണ്ടാക്കിയ ഒരു പാർട്ട്ണർഷിപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തിട്ട് കളീന്റെ അടുത്തോട്ട് ജയിക്കാനുള്ള ഒരു പാകത്തിലോട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. 22 ബോളിൽ 34 റൺസാണ് നമ്മുടെ ഇഷാൻ കിഷൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. ശ്രേയസ് അയ്യറിന് അധികം ഫോം ആവാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ ലാസ്റ്റിൽ ഇറങ്ങിയിട്ടില്ല ഫിനിഷർ റോളിൽ ഇന്നലെ തിളങ്ങിയത് ശരിക്കും KL രാഹുൽ ആയിരുന്നു. 19 ബോളിൽ 39 റൺസാണ് ആളടിച്ചത്. 4 4 3 6 205 ആ ഒരു സ്ട്രൈക്ക് റേറ്റ്. KL രാഹുൽ ശരിക്കും ആ ഒരു IPLന്റെ എഫക്ട് മാറിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കളി തന്നെയായിരുന്നു ശരിക്കും ഇന്നലെ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കളി അവസാനത്തോട്ട് എത്താതെ, ലാസ്റ്റ് ഓവറിൽ എത്താണ്ട് അതിന് മുന്നേ തന്നെ കളി ജയിക്കാനും പറ്റി. അതും 7 വിക്കറ്റിന്റെ ഒരു ബിഗ് വിൻ. 66 ബോളിൽ 84 റൺസ് എടുത്ത് നമ്മുടെ ശുഭ്മൻ ഗിൽ ഒരു ബോൾ പോലെ തന്നെ വിക്കറ്റ് കളയാണ്ട് അവിടെ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് ആളുടെ ആ ഒരു ആങ്കർ ഇന്നിംഗ്സും കൂടിയാണ് ശരിക്കും കളി ഇന്നലെ ഈസി ആക്കിയത് ജയിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും അഫ്ഗാനിസ്ഥാൻ ബൗളേഴ്സിൽ നമ്മുടെ ഗസൻഫർ ആണ് കുഴപ്പമില്ലാത്ത രീതിയിൽ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നു എക്കണോമി നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ വിക്കറ്റ് എടുക്കുന്നതിൽ നമ്മൾ റഹ്മാനും അതുപോലെ റാഷിദ് ഖാനും ഓരോ വിക്കറ്റ് വീതം എടുത്തിട്ടുണ്ടായിരുന്നു. സീരീസിലെ ആദ്യത്തെ മാച്ച് ജയിച്ചിട്ട് തന്നെ ആ ഒരു 1-0 എന്നുള്ള ലീഡ് ഉയർത്തിയിട്ടുണ്ട്. ഇനിയുള്ള 2 മാച്ചും കൂടി ഈസി ആയിട്ട് ജയിക്കാൻ പറ്റിയാൽ ആ ഒരു പരമ്പര അങ്ങോട്ട് തൂത്തുവാരാം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.